നിങ്ങളെല്ലാം കണ്ടു കാണും. നമ്മുടെ ഷോർട്സിൽ പറയുമല്ലേ നമ്മുടെ സബ് ഇതാണ് നമ്മളെ ഫിലിപ്സിൻ്റെ സബ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഡൈഫ്രത്തിലോട്ട് പോയിരിക്കുന്ന കോയിൽ വയർ ശരിയാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾഡറിങ് ലെഡ് വേണം, പിന്നെ നമുക്ക് അതിൻ്റെ സോൾഡറിങ് ഫ്ലെക്സ് വേണം, പിന്നെ നമുക്ക് ഇതിനകത്ത് നേരത്തെ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡിസോൾഡർ വിക്ക് വേണം. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ്. മെയിനായിട്ട് നമുക്ക് സോൾഡറിങ് ആൻഡ് മെഷീൻ വേണം. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ടെസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു റിപ്പയർ വീഡിയോയിൽ നമ്മൾ ഈ സ്പീക്കർ ശരിയാക്കാൻ നേരം വേണ്ടത്. സോ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ മെയിൻ കാര്യം എന്ന് പറയാൻ നമ്മൾ ഇതിൻ്റെ മേളിലത്തെ ഡയഫ്രം അയക്കാതാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ. അപ്പോൾ നല്ലപോലെ അത്യാവശ്യം ഇത് ചെയ്തിട്ടുള്ള പരിചയമുള്ളവർ മാത്രം ഇത് ചെയ്യുക. പിന്നെ സോൾഡറിങ്ങുകൾ എടുക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് കൈകൾ കൊള്ളാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. എല്ലാം ഫിക്സ് ആവണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മൾ ആദ്യം നമ്മുടെ സ്പീക്കർ ചരിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ കറക്റ്റ് പോർഷൻ കാണാൻ വേണ്ടി അവിടെ ആദ്യം നമുക്ക് കുറച്ച് ലെഡ് പേസ്റ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഈ ലെഡ് എന്ന് പറയുന്നത് ഒട്ടും ഒരു കാശിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കാശിന് കൊള്ളത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു ഇതെങ്ങനെയാണ്. നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലെഡ് തന്നെ വാങ്ങിക്കണം. ഈ 20 രൂപയ്ക്ക് കാണുന്നതൊന്നും വാങ്ങിക്കരുത് ഒരു കാരണവശാലും. ഇതെന്ന് പറയാൻ നമ്മൾ സോൾഡ് ചെയ്യാൻ എടുക്കുക പൊടിക്കങ്ങ് പോവുക. ഒരു ഹീറ്റ് വരുമ്പോൾ ഇതങ്ങ് പൊടിഞ്ഞു പോവുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കാണാം. അതുകൊണ്ട് നമ്മളെ വീഡിയോ അതിനനുസരിച്ച് ലാഗാവും. അപ്പോൾ ഗൈസ്, അതായത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞങ്ങൾ അടുത്ത വട്ടം വേറെ നല്ല ലെഡ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട്. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ സ്പീക്കറിൻ്റെ 2 കട്ടായ ഭാഗത്തും നമ്മൾ ലെഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ആ വയറിങ്ങിലേക്ക് ആ ഒരു പാടായിട്ടുള്ള ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ അവിടെ ഇച്ചിരി കൂടെ ഫിക്സ് ആവാൻ വേണ്ടിയുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ലെഡ് എടുക്കാം. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. കണ്ടോ ഗൈസ്, ഒരു കാരണവശാലും അതിന് പൊട്ടിപ്പോകുന്നതല്ല.
അത് നീ പൊട്ടി പോകത്തില്ല. അത്രയും നമ്മൾ അത്രയും പാടുപെട്ട് ആ ഫ്ലെക്സ് എല്ലാം കറക്റ്റായിട്ട് സീറ്റിങ്ങിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.